നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇടുക്കി ലോവർ പെരിയാറിൽ നിന്നും കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസം. ഭൂമിക്കായുള്ള കാത്തിരിപ്പിന് വിരാമം. കർഷക കുടുംബങ്ങൾക്ക് ഉടൻ ഭൂമി നൽകും. ചെങ്ങാട വീട് നിർമ്മിച്ച് കാസർകോട്ടെ ഇരട്ട സഹോദരങ്ങൾ. നിർമ്മാണം മുളയും പാഴ്വസ്തുക്കളും ഉപയോഗിച്ച്. ഇടുക്കിയിലെ ലയങ്ങൾക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ആവശ്യം. മേഖലയിൽ കാട്ടാനയാക്രമണം പതിവ്. തനിമ ചോരാതെ ഓമല്ലൂർ വയൽ വാണിഭം. ആകർഷകമായി കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. വനംവകുപ്പ് നടപടികളിൽ വലഞ്ഞ ഇടുക്കി മുണ്ടൻമുടി നാരങ്ങാനം പ്രദേശത്തെ കർഷകർ. 50-ലധികം വർഷമായി ഇവിടെ താമസിക്കുന്നവർക്ക് കൈവശ ഭൂമിയിൽ കൃഷിക്കായി ഭൂമി പാകപ്പെടുത്താനോ കുഴിയെടുക്കാനോ മണ്ണിളക്കാനോ കഴിയാത്ത സ്ഥിതിയാണ്. 1980-81 കാലയളവിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി വനഭൂമിയും കൃഷിഭൂമിയും ജണ്ട കെട്ടി വേർതിരിച്ചുള്ള പ്രദേശമാണ് ഇവിടം. ഇതിൽ ജോയിന്റ് വെരിഫിക്കേഷനിൽപ്പെടാത്ത 200ഓളം കുടുംബങ്ങളാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധമുയർത്തുന്നത്. വനംവകുപ്പ് പ്രതികാര നടപടി സ്വീകരിക്കുന്നുവെന്നാണ് കർഷകരുടെ ആരോപണം. ഇതുമൂലം കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മുണ്ടൻമുടി നാരങ്ങാനം പ്രദേശത്തെ കർഷകർ. 50-ലധികം വർഷമായി താമസിച്ചുവരുന്ന കൈവശ ഭൂമിയിൽ കൃഷി ആവശ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വനംവകുപ്പ് തടഞ്ഞതോടെ അവരും പ്രതിസന്ധിയിലാണ്. ഓരോ അകാരണമായ കാരണങ്ങളാൽ നമ്മളൊരു റബ്ബർ വെട്ടിയാൽ ആ വെട്ടുന്ന റബ്ബർ നമുക്ക് വെട്ടാൻ സാധിക്കാതെ അത് തോട്ടം മുറിച്ച് റീപ്ലാന്റ് ചെയ്താൽ ജനങ്ങളെ ശല്യപ്പെടുത്തുന്നു. നിരന്തരമായ അത്തരത്തിലുള്ള കേസെടുക്കുന്നു. JCB വന്ന് പണിതാൽ ആ JCBക്കാരനെ വിളിച്ച് ശല്യം ചെയ്യുന്നു. ത്രിതല പഞ്ചായത്തുകളുടെ റോഡ് നിർമ്മാണം നാരങ്ങാനം മേഖലയിൽ പാടെ തടഞ്ഞിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ തടഞ്ഞു. ഇതുമൂലം നിർധന വിഭാഗത്തിനുള്ള വീട് നിർമ്മാണം ഉൾപ്പെടെ നിലച്ച അവസ്ഥയാണെന്നും പരാതിയുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഫോറസ്റ്റുകാരുടെ നിരന്തര ശല്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയതായിട്ടൊരു വീട് വയ്ക്കുന്നതിനോ ലൈഫിൻ്റെ ഒരു വീട് പണിയുന്നതിനോ അതുപോലെ നമ്മുടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫോറസ്റ്റുകാർ തടസ്സം നീക്കുന്നു. നമ്മുടെ പറമ്പിലുള്ള റബ്ബർ മരങ്ങൾ വെട്ടി റീപ്ലാന്റ് ചെയ്യുന്നതിന് അവർ സമ്മതിക്കുന്നില്ല. അവരുടെ പേരിൽ കേസെടുക്കാനായിട്ട് തുനിയുകയാണ്. വനംവകുപ്പിന്റെ ഏകപക്ഷീയ നടപടിക്ക് തടയിടാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. സംയുക്ത പരിശോധനയിലെ അപാകതകൾ പരിഹരിച്ച് കർഷകർക്ക് ഉപാധിരഹിത പട്ടയം അനുവദിക്കണമെന്നും ഇവർ പറയുന്നു. ആവശ്യമറിയിച്ച് വനം റവന്യൂ മന്ത്രിമാർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തൊടുപുഴ. ഇടുക്കി ലോവർ പെരിയാറിൽ നിന്നും കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസം. ഭൂമിക്കായുള്ള ഇവരുടെ കാത്തിരിപ്പിന് അവസാനമാകുന്നു. പതിറ്റാണ്ടുകളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കർഷക കുടുംബങ്ങൾക്ക് അർഹമായ ഭൂമി ലഭിക്കുന്നത്. ചിന്നക്കനാലിൽ കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ് ലോവർ പെരിയാറിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുക. പകരം ഭൂമി നൽകാമെന്ന വാഗ്ദാനത്തോടെയാണ് ലോവർ പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി കർഷകരുടെ ഭൂമി ഏറ്റെടുത്തത്. എന്നാൽ പുനരധിവാസത്തിന് സർക്കാർ നടപടി സ്വീകരിച്ചില്ല. തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2021 കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഭൂമി നൽകാൻ കോടതി ഉത്തരവായി. പിന്നീട് സർക്കാർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാൽ മൗണ്ട് ഫോർഡ് സ്കൂളിന് സമീപം കയ്യേറ്റമൊഴിപ്പിച്ച ഭൂമി വിതരണത്തിനായി കണ്ടെത്തുകയായിരുന്നു. ഭൂമി പതിച്ചു നൽകുന്നതിനായി സർക്കാർ ഉത്തരവ് ഇറങ്ങിയതോടെ നടപടികൾ വേഗത്തിലാകും. നടപടികൾ ഇപ്പോൾ നടന്നു വരുന്നതാണ്. 29 ആൾക്കാരുടെ പട്ടയ നമ്മൾ മാസ്റ്ററെല്ലാം തയ്യാറാക്കി നടപടികൾ എല്ലാം പട്ടയം കൊടുക്കുന്നതിനുള്ള പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഡോക്യുമെൻ്റൊക്കെ വെരിഫൈ ചെയ്യാനുള്ള താമസം വരും. പിന്നെ കുറച്ച് പേരൊക്കെ അധികം മരിച്ചുപോയവരുണ്ട്. അവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് കൊടുക്കും. 72 കുടുംബങ്ങൾക്കായാണ് പ്ലോട്ടുകൾ തിരിച്ചിരിക്കുന്നത്. 42 കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ നടപടി പൂർത്തിയാക്കി. ബാക്കി 30 അപേക്ഷകൾ ജീവിച്ചിരിപ്പില്ലെന്നാണ് വിവരം. ഇവരുടെ അവകാശികൾ രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ഭൂമി നൽകും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ കാട്ടാനശല്യം രൂക്ഷമായ മേഖലകളിലെ തൊഴിലാളി ലയങ്ങൾക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഒരുക്കണമെന്ന ആവശ്യം. പന്നിയാറിലെ തൊഴിലാളി ലയങ്ങളോട് ചേർന്ന് കാട്ടാനകൾ എത്തുന്നത് പതിവാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം ഭയന്നു വിറച്ചാണ് തൊഴിലാളികൾ ലയങ്ങളിൽ കഴിയുന്നത്. ഇടുക്കിയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ മേഖലകളാണ് ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകൾ. ഇവിടെ ഏറ്റവുമധികം ആക്രമണമുണ്ടായിട്ടുള്ളത് പന്നിയാർ എസ്റ്റേറ്റിലാണ്.
മിക്ക ദിവസങ്ങളിലും ഇവിടെ കാട്ടാനകൾ എത്താറുണ്ട്. അരിക്കൊമ്പന്റെ തുടർച്ചയായ ആക്രമണം മൂലം പന്നിയാറിലെ റേഷൻ കട തകർന്നിരുന്നു. പിന്നീട് കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഒരുക്കി. തകർന്ന കെട്ടിടത്തിന് പകരം പുതിയത് ഉടൻ നിർമ്മിക്കുമെന്ന് HML കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മേഖലയിലെത്തിയ അരിക്കൊമ്പൻ ലേബർ ക്യാന്റീൻ തകർത്തു. ഇതിനോട് ചേർന്നുള്ള ലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഭയന്ന് വിറച്ചാണ് പ്രദേശവാസികൾ രാത്രി കഴിച്ചുകൂട്ടുന്നത്. തൊഴിലാളികൾ താമസിക്കുന്ന എല്ലാ ക്വാർട്ടേഴ്സിലും ഞങ്ങൾക്ക് ചുറ്റിലും അതുപോലെ ഒരു സുരക്ഷയില്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഭാഗം ചുറ്റിലും ഒരു ഫെൻസിങ് ഇട്ടു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു നല്ല സുരക്ഷിത ഉണ്ടാകുന്ന ഞങ്ങളുടെ ഒരു ഇത്. അതുപോലെ കാട്ടുപന്നിയിലും വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര ശല്യം. രാത്രി ഒരു 7 മണി ആയി കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാവുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ. പന്നിയാറിന് പുറമെ തുടർച്ചയായി ആന ആക്രമിക്കുന്ന ആനയിറങ്കലിലെ റേഷൻ കടയ്ക്ക് ചുറ്റും ഫെൻസിംഗ് ഒരുക്കാനുള്ള നീക്കം തൊഴിലാളികൾ തടഞ്ഞു. മേഖലയിലെ ലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. സ്വന്തമായി ചെങ്ങാട് വീട് നിർമ്മിച്ച് കാസർഗോട്ടെ ഇരട്ട സഹോദരന്മാർ. കാസർഗോഡ് മല്ലം മുണ്ടപ്പളം സ്വദേശികളായ ആദർശും ആകാശുമാണ് ഈ മുളച്ചങ്ങാടം നിർമ്മിച്ചത്. +1 വിദ്യാർത്ഥികളായ ആദർശും ആകാശും നിർമ്മിച്ച മുളച്ചങ്ങാടത്തിൽ ഒരു ആഡംബര ബോട്ടിലെ എല്ലാ സൗകര്യവുമുണ്ട്. 5 മീറ്റർ നീളവും 2 മീറ്റർ ഉയരത്തിലും വീതിയിലും നിർമ്മിച്ച ചെങ്ങാട വീട് ഇപ്പോൾ മധുരവാഹിനി പുഴയിൽ ഒരു കൗതുക കാഴ്ച കൂടിയാണ്. എല്ലാ വർഷവും വാഴത്തണ്ട് കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിച്ച് പുഴയുടെ ഇരുവശവുമുള്ള പറമ്പിൽ നിന്ന് തേങ്ങയും അടയ്ക്കയും ശേഖരിക്കാറുണ്ട്. ഇക്കുറി ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയാണ് മുളച്ചങ്ങാട വീട് നിർമ്മിച്ചത്. കാട്ടിലെ മഞ്ഞമുളയും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചാണ് ചങ്ങാടം നിർമ്മിച്ചത്. 20 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന 20 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചങ്ങാടത്തിൽ കെട്ടിവെച്ചു. ഇതിൽ 10 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാനാകും. നല്ല അഭിപ്രായം. ആദ്യം ഇങ്ങനെ അമ്മലെ ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ചോണ്ടേനി ആയപാട് വിചാരിച്ചു ഭയങ്കര അടിപൊളിയായി. ചങ്ങാത്തി കയറി ഇങ്ങനെ ചെയ്യാൻ മനസ്സിലായിരുന്നില്ല, അവർക്ക് പുറത്ത് ഇറങ്ങാനേ മനസ്സിലായിരുന്നില്ല. നല്ല രസമുണ്ട് എന്നല്ല പറയുന്നു. വാഴത്തടിയും കൗങ്ങിൻ കഷ്ണങ്ങളും ഉപയോഗിച്ചാണ് 2 വർഷം മുൻപ് ആദ്യ ചങ്ങാടം നിർമ്മിച്ച് പരീക്ഷണം നടത്തിയത്. 2 ആൾ പൊക്കത്തിൽ വെള്ളമുള്ള പുഴയിൽ ഇത് സുരക്ഷിതമല്ലെന്ന് തോന്നിയതിനാലാണ് മുള കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആദർശ് ചെർക്കള GHSലെയും ആകാശ് എടനീർ GSHSലെയും വിദ്യാർത്ഥികളാണ്. മാതാപിതാക്കളായ ബാലകൃഷ്ണനും ഗീതയും ഇവരുടെ പരിശ്രമത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. 25 വർഷം പിന്നിട്ട കോഴിക്കോട് മുക്കം മാമറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിൽ രജത ജൂബിലി ആഘോഷിച്ചു. പ്രതീക്ഷ സ്കൂളിൽ നടന്ന രജത ജൂബിലി ആഘോഷം വെള്ളിമണ്ണ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MLA സിലിൻഡോ ജോസഫ് മുഖ്യാതിഥിയായി. സ്കൂളിന്റെ ആദ്യഘട്ടം മുതൽ ഒപ്പമുണ്ടായിരുന്ന T പ്രഭാകരൻ, C പുഷ്പവല്ലി എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. ജീവനക്കാരുടെ കുടുംബാംഗങ്ങളിൽ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. സർക്കാർ കുടിയിരുത്തി 20 വർഷം കഴിഞ്ഞിട്ടും നല്ല റോഡ് പോലുമില്ലാത്ത ബുദ്ധിമുട്ടുകയാണ് ഇടുക്കിയിലെ പാറമാവ് 17 കോളനിക്കാർ. കാലങ്ങളായുള്ള വഴി ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ഇടുക്കി ഫയർഫോഴ്സ് ആസ്ഥാന നിർമ്മാണത്തിനായി ആലിൻ ചുവട് നിന്ന് കുടിയിറക്കിയ 15ഓളം കുടുംബങ്ങളെയാണ് പാറമാവ് 17 കോളനിയിൽ മാറ്റിപ്പാർപ്പിച്ചത്. 2003-ലാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഇവരെ കുടിയിരുത്തിയത്. 20 വർഷം പിന്നിടുമ്പോഴും ഈ കുടുംബങ്ങൾക്ക് യാത്രായോഗ്യമായ റോഡില്ല. അത്യാവശ്യം വാസയോഗ്യമായ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ പൊതുവായി ഒരു വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇവിടെ പൊതുവഴി ഉണ്ടെങ്കിൽ പോലും ഒരു റോഡായിട്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് തരാനോ ടാർ ചെയ്ത് തരാനോ ആരും മുൻകൈ എടുത്ത് തയ്യാറാകുന്നില്ല. ഇപ്പം രോഗികളായ കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പം ഞങ്ങൾ കസേരയിൽ എടുത്തതാണ് ഇവിടെ മെയിൻ റോഡിൽ കൊണ്ടുപോയി അവരെ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നാളിതുവരെ ആയിട്ടും ഈ 20 വർഷക്കാലമായിട്ടും ഞങ്ങൾക്ക് ഈ വഴിയൊന്ന് നന്നാക്കി തരാൻ ആരും തയ്യാറാകുന്നില്ല. നിരവധി തവണ ത്രിതല പഞ്ചായത്ത് ഓഫീസുകളിലും ജില്ലാ ഭരണകൂടത്തോടും ആവശ്യമുന്നയിച്ചു. അവഗണന മാത്രമായിരുന്നു ഫലം.
കിടപ്പ് രോഗികളും പ്രായമേറിയവരുമെല്ലാം ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ്. റോഡില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം വാരപ്പെട്ടി ഇഞ്ചൂർ മുഹൈദ്ദീൻ ജുമാ മസ്ജിദ് പുനർനിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുനർനിർമ്മാണ തറക്കല്ലിടയിൽ നിർവഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ, മസ്ജിദ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നജീബ് പുന്നക്കോട്ടയിൽ, സെക്രട്ടറി മുഹമ്മദ് ബഷീർ പുതുക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് കട്ടിപ്പാറയിൽ മാലിന്യ പ്ലാന്റിന് അനുമതി നൽകാമെന്ന് പറഞ്ഞ് UDF നേതാക്കൾ പണം തട്ടിയതായി പ്രവാസിയുടെ പരാതി. മുസ്ലിം ലീഗ് പ്രവർത്തകൻ കൂടിയായ തച്ചമ്പൊയിൽ ഷെരീഫാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പണം വാങ്ങിയത് പാർട്ടി ഫണ്ടിലേക്കാണെന്നും പ്ലാന്റിന് അനുമതി നിഷേധിച്ചത് നിയമപരമാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. കട്ടിപ്പാറ പഞ്ചായത്ത് 4-ാം വാർഡ് ചമലിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനായിരുന്നു ഷെരീഫ് തച്ചമ്പൊയിലിന്റെ പദ്ധതി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടക്കം അനുമതി രേഖകൾ കട്ടിപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ 1.5 ലക്ഷത്തോളം രൂപ വാങ്ങിയെന്നാണ് ഷെരീഫിന്റെ ആരോപണം. പ്ലാന്റിന് അനുമതി ലഭിച്ചതുമില്ല. അബുക്കുട്ടി എന്ന് പറഞ്ഞ ആളെന്നെ ഫസ്റ്റിൽ വിളിക്കുന്നത്, ഇങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങൾ ബോർഡിൽ വെച്ചിട്ട് പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഇത്ര പൈസ ഞങ്ങൾക്ക് വരണമെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ആഴ്ച തന്നാൽ, ഇന്ന് തന്നെ തന്നാൽ ഈ ആഴ്ച തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളം ആയിന്നാണ്. കറക്റ്റ് ഡേറ്റ് എനിക്കറിയില്ല, എൻ്റെ ഫോണിലുണ്ട് ഡേറ്റൊക്കെ. അതിൻ്റെ ശേഷം ഇങ്ങനെ വൈകി കൊണ്ടുപോയി ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് 7 മീറ്റർ റോഡിന് വീതി വേണമെന്ന്. പണം വാങ്ങിയ ശേഷം വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. വാങ്ങിയ പണത്തിന് നേതാക്കൾ രസീതും നൽകിയില്ല. 1.5 വർഷം മുമ്പേ ആദ്യം അബുക്കുട്ടി വാങ്ങി 70,000 രൂപ. പിന്നെ സലാം എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ 50,000 രൂപ വാങ്ങി. അതിൻ്റെ ഇടയിൽ അനിൽ 16,000 രൂപ വാങ്ങിയിട്ടുണ്ട് എന്നോട്. അതിൻ്റെ ശേഷം റിഫായത്ത് തന്നെ വിളിച്ചു. റിഫായത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളോട് നീ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ റിഫായത്തിനോട് ഞാൻ എൻ്റെ പദ്ധതി കാര്യങ്ങൾ റെഡി ആയിട്ടില്ല, ഞാൻ തരില്ല എന്ന്. അങ്ങനെ ഓഫീസിന് വാടക കൊടുക്കാൻ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് 10 രൂപ തരണമെന്ന് പറഞ്ഞു. അയാൾക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതാണ് പൈസ. അതിന് ശേഷം ഇപ്പോൾ അവരൊന്നും ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അവർ ഞങ്ങൾ പാർട്ടി ഫണ്ടാണ് വാങ്ങി, എനിക്ക് ആ റെസീറ്റോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പാർട്ടി ഫണ്ടിലേക്കാണ് പണം വാങ്ങിയതെന്നാണ് നേതാക്കളുടെ വിശദീകരണം. ഷെരീഫ് തച്ചമ്പൊയിൽ എന്ന് പറയപ്പെടുന്ന ആളിൽ നിന്നും കട്ടിപ്പാറയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തന ഫണ്ടിലേക്ക് ഫണ്ട് സ്വീകരിക്കുകയും അതിന് അതാത് സമയങ്ങളിൽ തന്നെ അതിൻ്റെ റെസിപ്റ്റ് നൽകിക്കൊണ്ടാണ് കട്ടിപ്പാറ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും അയാളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടുള്ളത്. ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട സംരംഭം എന്ന് പറഞ്ഞ് ഷെരീഫ് കബളിപ്പിച്ചുവെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് അനുമതി നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമായതെന്നും അവർ പറഞ്ഞു. ഗ്രീൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പദ്ധതിയാണ് എന്ന് രേഖാമൂലം എഗ്രിമെന്റ് വെച്ചുകൊണ്ടാണ് അയാൾ ഗ്രാമപഞ്ചായത്തിനകത്ത് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അതേസമയം അയാൾ സമർപ്പിക്കപ്പെട്ട രേഖകളും മറ്റും പരിശോധിച്ചതിൻ്റെ ഭാഗമായി അത് റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെന്നും അതിന് 7 മീറ്റർ റോഡ് ഉള്ള പ്രദേശത്ത് മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളത് വ്യക്തമായ നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ ഒരു ആരോപണം ഭരണസമിതിക്കെതിരെ അയാൾ ഉന്നയിക്കപ്പെടുന്നത്. പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ഷെരീഫിന്റെ പദ്ധതി. ന്യൂസ് 18 താമരശ്ശേരി. ഇനി കാർഷിക കേരളം. 1.5 ഏക്കറിൽ നടത്തിയ പയർ കൃഷി വിജയമായതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ കർഷകൻ. കട്ടപ്പന സ്വദേശി ബിജുവാണ് പയർ കൃഷി ചെയ്യുന്നത്. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഈ കൃഷിയിടം. 1.5 ഏക്കറോളം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന പയർ കൃഷി. കട്ടപ്പന ഇരട്ടയാർ സ്വദേശി ബിജുവിന്റെ കൃഷിത്തോട്ടത്തിൽ വ്യത്യസ്തതകൾ ഏറെയുണ്ട്. കൃഷിയോടുള്ള താൽപര്യമാണ് 8 വർഷമായി ഈ മേഖലയിൽ സജീവമായി നിൽക്കാൻ ബിജുവിനെ പ്രേരിപ്പിക്കുന്നത്. വള്ളിപ്പയറും ബീൻസും എല്ലാമുണ്ട് ഈ കൃഷിയിടത്തിൽ. മാത്രമല്ല ഏലവും മറ്റ് നാണ്യവിളകളും ബിജു വളർത്തുന്നു. പൂർണ്ണമായും ഒരു കൃഷിയും ജൈവരീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് ബിജുവിന്റെ വാദം. പയർ ചെടികൾ വളരുമെങ്കിലും കീടബാധകളെ തുരത്താൻ രാസവളങ്ങൾ ചെറിയ തോതിൽ ഉപയോഗിക്കേണ്ടതായി വരുമെന്നും ബിജു പറയുന്നു. ഇപ്പോൾ 125 കിലോയോളം പയർ ലഭിക്കുന്നുണ്ട്. സീസണിൽ 300 കിലോ വരെ കിട്ടും. ഇപ്പോൾ ഇത് ഒരു 1.5 ഏക്കറോളം അടുത്ത് പയർ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഒരു കൃഷിയോടുള്ള ഒരു താല്പര്യവും ഒരു പ്രത്യേക ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അല്ല മെച്ചപ്പെട്ട ഒരു ലാഭകരമായ കൃഷിയാണെന്ന് തോന്നുന്നില്ല. കാരണം
ഇതിന് നമുക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നത്. വിലയിടിവ് വലിയൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് വില ഇടിവ് കിട്ടുമ്പോൾ കുറഞ്ഞു വരുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവർക്ക് ഇപ്പോഴും മുന്തിയ വില കൊടുത്താണ് അവരിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. വിലക്കുറവും ഈ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. 35 രൂപയാണ് 1 കിലോയ്ക്ക് ലഭിക്കുന്ന വില. ചിലവ് അതിലേറെയും. എന്നാൽ പ്രതിസന്ധികൾ വന്നാലും കൃഷി ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 ഇടുക്കി. കാർഷിക സംസ്കൃതിയുടെ സ്മരണയുയർത്തി പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭത്തിന് തുടക്കം. ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥ നിലനിന്ന കാലത്ത് ആരംഭിച്ച കാർഷിക വിപണന മേള ഡിജിറ്റൽ പണമിടപാടിന്റെ കാലത്തും വ്യത്യാസം വരുത്താതെയാണ് നടത്തുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശന വിപണന മേളകളിൽ ഒന്നാണ് ഓമല്ലൂർ വയൽ വാണിഭം. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച കാർഷിക വിപണന മേളയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കന്നുകാലികളുടെയും കൈമാറ്റമായിരുന്നു ആദ്യഘട്ടത്തിൽ വയൽ വാണിഭത്തിൽ ഉണ്ടായിരുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി പണിയായുധങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ വ്യവസ്ഥയിൽ ആരംഭിച്ച കാർഷിക മേള വിവിധ നാണയങ്ങളുടെയും കറൻസിയുടെയും കാലവും കടന്ന് ഡിജിറ്റൽ പണമിടപാടിന്റെ കാലത്തും പാരമ്പര്യ തനിമ നിലനിർത്തിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റം ലോകത്ത് സംഭവിച്ചു. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. കടയിൽ സാധനം വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പുതിയ തലമുറ വന്നിരിക്കുന്നത്. ആ ഡിജിറ്റൽ യുഗം വന്നിട്ട് പോലും പഴയ തനിമ നിലനിർത്താൻ ഓമല്ലൂർ വയൽ വാണിഭത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓമല്ലൂരിലെ നിവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷം. പുതുതലമുറയ്ക്ക് അന്യമായ അരകല്ല്, ആട്ടുകല്ല്, ഇടികല്ല്, അടച്ചട്ടി, ചീനച്ചട്ടി, മത്ത്, പറ, ചങ്ങഴി, നാഴി തുടങ്ങി വിവിധ ഇനം മൺപാത്രങ്ങൾ, പഴയതും പുതിയതുമായ പണിയായുധങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം വയൽ വാണിഭത്തിലുണ്ട്. ഓമല്ലൂർ പഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിവിധ ഇനം കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി അറിയിപ്പ് നോക്കാം. റബ്ബർ ഉത്പാദനം സുസ്ഥിരമാക്കുന്നതിന് സഹായമായ നൂതന കൃഷിരീതികളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഓൺലൈൻ പരിശീലനം നൽകുന്നു. മാർച്ച് 16 ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പരിശീലനം. വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 17-ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി മീൻ, ചക്ക, മാങ്ങ തുടങ്ങിയവയുടെ മൂല്യവർദ്ധിത സംസ്കരണ രീതിയെക്കുറിച്ച് പരിശീലനം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ആൺ ആടുകൾ വിൽപ്പനയ്ക്ക്. താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം. മൃഗസംരക്ഷണ മേഖലയിൽ ഫാമുകൾ തുടങ്ങാൻ താൽപര്യമുള്ളവർക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൊട്ടിയം മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ മാർച്ച് 18-ന് രാവിലെ 10 മണിക്കാണ് പരിശീലനം. പരിപാടിയിൽ പങ്കെടുക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യുക. കേരള കാർഷിക സർവകലാശാല ഈ പഠന കേന്ദ്രം തേനീച്ച വളർത്തലിൽ ഓൺലൈൻ പരിശീലന പരിപാടി നടത്തുന്നു. പുതിയ ബാച്ച് 2023 മാർച്ച് 20-ന് തുടങ്ങും. കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ ക്ലാസുകൾ നയിക്കും. കോഴ്സിൽ ചേരാൻ ഈ മാസം 19-നകം രജിസ്റ്റർ ചെയ്യണം. 20 ദിവസമാണ് ദൈർഘ്യം. മലയാളത്തിലാണ് പരിശീലനം നൽകുക. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ 25 മെട്രിക് ടൺ വരെ ഉള്ളി ശേഖരിച്ചു വയ്ക്കാൻ ഒനിയൻ സ്റ്റോറേജ് സ്ട്രക്ചർ നിർമ്മിക്കാൻ ധനസഹായം നൽകുന്നു. യൂണിറ്റ് 1-ന് ചിലവിന്റെ 50%, പരമാവധി 87,500 രൂപ ധനസഹായം നൽകുന്നു. കർഷകർ, കൂട്ടായ്മകൾ, സംരംഭകർ, കച്ചവടക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് സംസ്ഥാന ഹോർട്ടികൾച്ചറൽ കേരേശ്വ യൂണിവേഴ്സിറ്റി PO പാളയം, തിരുവനന്തപുരം എന്ന വിലാസത്തിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടണം. വില്യം ഷേക്സ്പിയറുടെ മാക്ബത്തിന് മറ്റൊരു മലയാള പരിഭാഷ കൂടി. നാടകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ KVA പ്രസാദാണ് മൊഴിമാറ്റം നടത്തുന്നത്. ലോകത്ത് പ്രാദേശിക ഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷ ചെയ്യപ്പെട്ട കൃതികളിലൊന്നാണ് ഷേക്സ്പിയറിന്റെ മാക്ബത്ത്. മൂലകൃതിയിൽ നിന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടതിലേറെയും സ്വതന്ത്ര തർജ്ജമകളായിരുന്നു. മലയാളത്തിൽ മുമ്പുണ്ടായിട്ടുള്ള വിവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തതയുള്ളതാണ് ഡോക്ടർ KVA പ്രസാദിന്റെ തർജ്ജമ.
1992 വെറുതെ ഞങ്ങളിത് ഞാനൊന്ന് തർജ്ജമ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു പുസ്തകം, ഒരു മലയാളം പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ പ്രധാന തർജ്ജമ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സ്വതന്ത്ര വിവർത്തനം ചെയ്താൽ എന്താണെന്നൊരു തോന്നലുണ്ടായി. കാലോചിതമായ സംഭാഷണ ശൈലികളും കേരളീയ തനിമയുള്ള പദപ്രയോഗങ്ങളും കൃതിയിൽ വരുത്തിയതായി പ്രസാദ് പറയുന്നു. മാക്ബത്ത് മലയാളത്തിന്റെ സാധാരണ വായനക്കാരന് വേണ്ടിയാണ് പ്രസാദ് തർജ്ജമ ചെയ്തതെന്ന് അവതാരികയിൽ പിരപ്പൻകോട് മുരളി എഴുതുന്നു. ഡോക്ടർ രാജവാര്യരാണ് രണ്ടാമത്തെ അവതാരിക എഴുതിയത്. നിരവധി നാടകങ്ങൾ രചിച്ചിട്ടുള്ള പ്രസാദ് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. മാക്ബത്ത് മലയാള പരിഭാഷാ പുസ്തകം വടകരയിൽ മാർച്ച് 20 പ്രകാശനം ചെയ്യും. ന്യൂസ് 18 വടകര. കയർ ഭൂവസ്ത്രം തോട്ടിൽ വിരിച്ച് സംരക്ഷണ കവചം തീർത്ത ഇടുക്കി ഉപ്പുതുറ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന് ഇടുക്കി ജില്ലാ കളക്ടറുടെ പ്രശംസ. ഹരിത കേരള മിഷന്റെ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ 937 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചാണ് പ്രവർത്തനം പൂർത്തീകരിച്ചത്. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. പുഴകളുടെയും തോടുകളുടെയും സുഗമമായ ഒഴുക്കും ഇവയുടെ സംരക്ഷണവുമാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം. പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ 14-ാം വാർഡ് കരിന്തിരിയിലെ തോട് സംരക്ഷണ പ്രവർത്തനമാണ് ശ്രദ്ധേയമായത്. ഇടുക്കി ജില്ലാ കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശംസിക്കുകയും ചെയ്തു. 937 തൊഴിൽ ദിനങ്ങൾ ഇതുവരെ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രിയമുള്ള തൊഴിലാളികൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിലുള്ള തോട്ടമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പണി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സമയത്ത് മറ്റ് തൊഴിലുകളില്ലാത്ത സാഹചര്യത്തിൽ വളരെയധികം ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണവും ഒക്കെ നമ്മുടെ ആളുകളുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 937 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന തോട്ടിലെ മാലിന്യം നീക്കി ഇരുവശത്തും കയർ ഭൂവസ്ത്രം വിരിച്ചാണ് സംരക്ഷണ കവചം ഒരുക്കിയത്. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം വടവാതൂർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാൻ തീരുമാനം. കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. മാലിന്യം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയും വിജയപുരം പഞ്ചായത്തും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ PK ജയശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന തർക്ക പരിഹാര യോഗത്തിലാണ് മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ തീരുമാനമായത്. ആദ്യഘട്ടം മാർച്ച് 31-നകം പൂർത്തിയാക്കും. ഡംപിംഗ് യാർഡിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കാനാണ് പദ്ധതി. വളരെ പോസിറ്റീവായ ചർച്ചയാണ് നടന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള വിജയപുരം പഞ്ചായത്ത് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. കോട്ടയം മുനിസിപ്പാലിറ്റി ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ യാർഡിലെ മാലിന്യങ്ങൾ വേർതിരിക്കാൻ നഗരസഭ നടപടി തുടങ്ങിയിരുന്നു. പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമമാണിതെന്നാരോപിച്ച് വിജയപുരം പഞ്ചായത്ത് ഇത് തടയുകയായിരുന്നു. ഇതിനിടെയാണ് ജില്ലാ കളക്ടർ ഇടപെട്ട് ചർച്ചകൾ നടത്തിയത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് 2013-ലാണ് വടവാതൂർ മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ന്യൂസ് 18 കോട്ടയം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.